തൃശൂരിൽ മേളാവേശം കൊട്ടിക്കയറുകയാണ്. അല്പസമയത്തിനകം പൂരത്തിന്റെ പ്രധാന ആകർഷണമായ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കും. കോങ്ങാട് മധുവിന്റെ പ്രാമാണിത്വത്തിലാണ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ മഠത്തിൽ വരവ്. ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഇലഞ്ഞിത്തറ മേളം. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആവേശത്തോടെയാണ് പൂരപ്രേമികൾ വരവേറ്റത്. വൈകിട്ട് 5:30യോടെയാണ് കാഴ്ചയുടെ വിസ്മയമായ കുടമാറ്റം. ഇക്കുറി കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത്തവണ വെടിക്കെട്ട് ഉണ്ടാകുന്നില്ല. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് 15 മിനിറ്റ് മാത്രമായി കുടമാറ്റം ചുരുക്കിയതും വെടിക്കെട്ട് ഒഴിവാക്കിയതും. ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നു പൂരപ്പറമ്പിൽ നിന്ന്. ഹാഷ്മി, ഇനി ഏറ്റവും പ്രസിദ്ധമായ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ. അതിനോട് അനുബന്ധമായി നടക്കുന്ന പഞ്ചവാദ്യം, അത് ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നവരുടെ അതൊരു വലിയ ആവേശമായി മാറാൻ പോകുന്നു. എന്തൊക്കെയാണ് ഇനി നടക്കാനുള്ള ചടങ്ങുകൾ, വിവരങ്ങൾ എന്തൊക്കെയാണ് പൂരപ്പറമ്പിൽ നിന്ന്? ആവേശം എത്രത്തോളമുണ്ട്? പറയുന്ന പോലെ ആഘോഷങ്ങൾ ആഡംബരമൊക്കെ വെട്ടിക്കുറയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി തൃശ്ശൂർ പൂരം സമുചിതമായി തന്നെ തൃശ്ശൂർ ആഘോഷിക്കുകയാണെന്ന് കൃത്യമായി തന്നെ പറയാം. ആഘോഷം എന്ന വാക്ക് ഇക്കുറി ഇവിടുത്തെ ഉപയോഗിക്കുന്നില്ല, കൊണ്ടാടുക എന്നാണ് അവർ പറയാറ്. എന്തായാലും മഞ്ഞും വെയിലും മഴയും ഏൽക്കാതെ കണിമംഗലം ശാസ്താവ് രാവിലെ ഇവിടെ തെക്കേ ഗോപുര നട വഴി ഇറങ്ങി ശ്രീമൂലസ്ഥാനം വഴി പുറത്തേക്ക് പോയി. അപ്പോഴും സൂര്യൻ എന്താണ് വടക്കുന്നാഥന് മുകളിലേക്ക് വന്നിട്ടില്ല. വടക്കുന്നാഥന് മുകളിലേക്ക് വരും മുൻപ് ആ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങണം എന്നുള്ളതാണ് പ്രമാണം. അതിനുശേഷം ഘടകപൂരങ്ങൾ വന്നു. അതിനുശേഷം അപ്പോഴൊക്കെ ചെറിയൊരു ആളിന്റെ കുറവ് നമുക്ക് എവിഡന്റായി വളരെ പ്രകടമായി എല്ലാ സ്ഥലങ്ങളും കാണാമായിരുന്നു. പോയ വർഷം കണ്ട അത്രയും ആളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഉറപ്പായും ഈ പറയുന്ന ഒരു ദുരന്തത്തിന്റെ സങ്കട പശ്ചാത്തലം അവിടെ കിടക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാം, ആരുടെയും കുറ്റമല്ല. പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഇവിടെ തെക്കേ ഗോപുരം തള്ളി തുറക്കുമ്പോഴേക്കും ആ സ്ഥിതി മാറി. ശ്രീമൂലസ്ഥാനത്ത് നിന്നും അവിടെ തെച്ചിക്കോട്ട് രാമൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് വരാനുള്ള ആ ഒരു ചെറിയ വരാനുള്ള ഒരു മണിക്കൂർ സമയം കൊണ്ട് ഏതാണ്ട് ഒഴിഞ്ഞു കിടന്നിരുന്ന പൂരപ്പറമ്പ് എല്ലാ കാലത്തെയും കാണുന്ന എവരുടെയും പൂരങ്ങൾ കാണുന്ന പോലെയുള്ള വലിയ പൂരാവേശത്തെ പുരുഷാരത്തിലേക്ക് മാറുന്ന വിസ്മയകരമായ കാഴ്ച കണ്ടു. എപ്പോഴും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഒരു വിസ്മയമാണ്. ആ വിസ്മയം മതിയാവോളം കൺകുളിർക്ക കണ്ട ആയിരക്കണക്കിന് ആളുകൾ രാമൻ പോയപ്പോഴേക്കും അത് പല വഴിക്ക് പിരിഞ്ഞ് അങ്ങനെ പോകുന്നു. പൂരത്തിന്റെ ഒന്നല്ല അസാധ്യമായ ചൂടാണ്, അസാധ്യമായ വെയിലാണ്. ആ വെയിലിൽ നിന്ന് വകവയ്ക്കാതെ തൃശ്ശൂർ ആ പൂരത്തെ ആഘോഷമാക്കുകയാണ്. ഇവിടെ നമസ്കാരം, എവിടുന്നാ? പാലക്കാട് ജില്ല മംഗലം ഡാം. പൂരം കാണാൻ വേണ്ടി വന്നാ? എല്ലാ കൊല്ലം വരാറുണ്ട്. എല്ലാം ഉണ്ട്. വെയില് ചൂട് പാലക്കാട് എന്ത് ചൂട്? പാലക്കാട് ചൂട് 40 ഡിഗ്രി ആയിട്ട് എന്നാലും ചൂടൊന്നും സഹിക്കാം. ഇവിടെ നല്ല ചൂടുണ്ട്, നമുക്കറിയാം. ഞങ്ങളുടെ ശിവരാജിന്റെ അടുത്ത ആൾക്കാരാണ്. ഞങ്ങൾ ശിവരാജിനെ കാണാനായിട്ട് കൊല്ലത്ത് തോന്നിയത്. കണ്ടു, ശിവരാജിനെ കണ്ടു സൂപ്പറല്ലേ? ഞങ്ങളുടെ സ്വന്തം ശിവരാജാണ്. ഞങ്ങൾ കടവൂരിലെ തെച്ചിക്കോട്ടുകാവിന് അത്രയും വരുമോ? തിടം പേറ്റുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നേ. ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട്, നമ്മളെ സ്ഥാനം കാണാറുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട്. ശിവരാജിനെ കാണാൻ വേണ്ടി മാത്രം വരുന്നതാണോ? പൂരം കാണാൻ വേണ്ടി? പൂരം കാണാൻ വേണ്ടി വന്നാണ്. ഇത്തവണ സ്പെഷ്യലാണ് ഞങ്ങള് ശിവരാജിനെ കാണാൻ വേണ്ടി. ചേട്ടാ എവിടുന്നാ? വടകര. പൂരം കാണാൻ വേണ്ടി മാത്രം വരുന്ന അശ്വിന്റെ ഫാനാ. തെച്ചിക്കാട്ടുകാവിന്റെ ഫാനൊക്കെ ഉണ്ട്, ഞെട്ടിപ്പോയോ? എത്ര ആയിരങ്ങളാണെന്നറിയോ? അല്ലേ? ഒരുപാട് ഗംഭീരം. അപ്പൊ അങ്ങനെയാണ്.
എന്തിനുണ്ടോ പറഞ്ഞിട്ടു പോലെ പോലെ പറഞ്ഞിട്ടു ഒന്നുമില്ലേ ഓക്കെ. അപ്പോ അബു ഗോപി അങ്ങനെയാണ്. അപ്പൊ ഇവിടെ പൂരപ്പറമ്പിൽ നല്ല തണുത്ത സംഭാരത്തിലാണ് നമ്മുടെ ആശ്വാസം. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായ ചൂടാണ്, ഒരു തർക്കവുമില്ല. ഇവിടെ ചൂട് പോലല്ല നിലാവ് പോലെ എന്നൊക്കെ ഇവർ പറയും, പക്ഷെ അങ്ങനൊന്നുമല്ല. നല്ല മനോഹരമായ ചൂടാണ്, നല്ല കട്ട ചൂടാണ്. അപ്പൊ ചൂടിൽ സംഭാരം കുടിച്ചും വെള്ളം കുടിച്ചും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട പിടിച്ചും തൊപ്പി വെച്ചോ കരുതലെടുക്കുന്നുണ്ട് ആളുകൾ. കാര്യം ഈ പറഞ്ഞ മുൻകരുതൽ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. ഇനിയുള്ള വരാനുള്ള മടത്തിൽ വരവാണ് പഞ്ചവാദ്യമാണ്. പഞ്ചവാദ്യം അത് കേൾവിയുടെ ആഘോഷമാണെന്ന് പറയുമ്പോൾ പോലും മടത്തിൽ വാദ്യം പഞ്ചവാദ്യം അത് നേർക്ക് തന്നെ അത് കണ്ടു തന്നെ കേൾക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രമാണം. അത് കഴിയുമ്പോൾ വരുന്നു ഇപ്പൊ എലഞ്ഞിത്തറമേളം വരുന്നുണ്ട്. എലഞ്ഞിത്തറമേളം അതിന്റെ പല കാലങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു. എന്തായാലും വെടിക്കെട്ടില്ല എന്നുള്ളത് പൂരത്തിന്റെ ഒരു ന്യൂനതയാണെന്ന് ചോദിച്ചാൽ ഉറപ്പായും അത് ന്യൂനത തന്നെയാണ്. ന്യൂനത ഉണ്ടാവുന്നത് നമ്മൾ ആ വെടിക്കെട്ടിന് വേണ്ടി പ്രവർത്തിച്ച് കുറെ അധികം ആളുകൾ മരിച്ചു. അവരുടെ ആദരമായി ആ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചാണ്. ശരി, കുടമാറ്റവും ഏതായാലും പൂരപ്പറമ്പിൽ നിന്ന് ആവേശത്തിന്റെ കാഴ്ചകൾ, അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.